കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷയ്ക്കായി കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. വടുതല സ്വദേശി മനോജ് ഉണ്ണി ആണ് മരിച്ചത്. സുരക്ഷാ പരിശോധനയ്ക്കായി പോലീസ് കൈകാണിച്ചെങ്കിലും മനോജ് വാഹനം നിർത്തിയില്ല. പിന്നാലെ കയറിൽ തട്ടി വീഴുകയായിരുന്നു. സംഭവത്തിൽ പോലീസിനെതിരെ മരിച്ച മനോജിന്റെ കുടുംബം രംഗത്തെത്തി. വടം കാണുന്ന രീതിയിലല്ല കെട്ടിയിരുന്നത് എന്നും വടത്തിൽ ഒരു അടയാളവും ഉണ്ടായിരുന്നില്ല എന്നും മനോജ് ഉണ്ണിയുടെ സഹോദരി ചിപ്പി പറഞ്ഞു. ഇന്നലെ പ്രൈം മിനിസ്റ്റർ വരുന്നതിൻ്റെയോ എന്തുകൊണ്ടും വടം കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വടം നമുക്ക് കാണുന്ന രീതിയിലും അല്ല കെട്ടിയിരിക്കുന്നത്, വടം മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അതിലേക്ക് ഒരു റിബൺ ആവട്ടെ താഴെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റിയോ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആള് വന്നു. അപ്പോൾ ആള് വന്നപ്പോൾ റോഡ് കാലിയായതുകൊണ്ട് ഇത്തിരി സ്പീഡ് എടുത്തിട്ടാണ് വന്നത്. വന്ന് നേരെ കഴുത്തിലടിച്ചുകൊണ്ട് നേരെ ബാക്കോട്ടേക്ക് പോയി. അപ്പോൾ അടിച്ചുകൊണ്ടപ്പോൾ ഇവിടുത്തെ ഞരമ്പുകളാണെങ്കിലും ഇവിടുത്തെ ഒരു പോർഷനാണെങ്കിലും ഫുള്ള് ഡാമേജ് ആയിരുന്നു. ബാക്ക് പോർഷനാണെങ്കിലും ഡാമേജ് ആയിരുന്നു. ഈ കഴുത്ത് ചുറ്റും ഡാമേജ് ആയിരുന്നു. പിന്നെ സർജറിക്ക് കയറ്റിയിരുന്നു. സർജറി ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ബ്രെയിൻ ഡെത്തായി. പിന്നെ കുറച്ച് ഹേർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് ഒരു 1:15 ആയപ്പോഴേക്കും ഡെത്ത് കൺഫേം ആയി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നല്ലേ ഈ കുടുംബത്തിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത്? വേണു, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. സൗത്ത് പാലം ഇറങ്ങി പള്ളിമുക്ക് ദിശയിലേക്ക് വരികയായിരുന്നു സ്കൂട്ടറിൽ മനോജ്. ഇതിനിടയിലാണ് അവിടെ വെച്ച് പോലീസ് കൈകാണിക്കുന്നത്. പക്ഷേ പോലീസിനെ കണ്ടോ ഇല്ലയോ എന്നറിയില്ല. മനോജ് വാഹനം നിർത്താതെ കുറച്ചുകൂടി ഇടത്ത് വശം ചേർന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി. ഇതിനിടയിലാണ് അവിടെ കെട്ടിയിരുന്ന വടത്തിൽ തട്ടി മനോജ് വീണത്. കഴുത്തിൽ ഉൾപ്പെടെ ഗുരുതര പരിക്കേറ്റു. തൊട്ടടുത്ത നിമിഷം തന്നെ പോലീസ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ മനോജിനെ പ്രവേശിപ്പിക്കുകയും കുറച്ച് സമയത്തിന് ശേഷം പ്രാഥമിക ശുശ്രൂഷയും അതോടൊപ്പം ശസ്ത്രക്രിയകളുടെ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിൽ മനോജിന് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കുടുംബത്തിന്റെ ഒരു ആരോപണം വന്നിരിക്കുന്നത് പോലീസിനെതിരെ. അത് പ്രധാനമായും ഈ വടം കെട്ടിയിരുന്നത് യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയ രീതിയിലല്ല, മുൻകരുതലൊന്നും പാലിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു തരത്തിലുള്ള അടയാളവും ഈ വടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ മനോജിന്റെ കുടുംബം പറയുന്നത്. പക്ഷെ അവരാരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പ്രതികരണം നിലവിൽ വന്നിരിക്കുന്നത്. തുടർന്ന് ഈ പോലീസ് കൈകാണിച്ചു എന്ന് പറയുന്നത് ഈ റോഡിന്റെ നടുക്ക് നിന്നല്ല, എന്നാൽ തൊട്ട് അരികിൽ നിന്നാണ്. അതുകൊണ്ടായിരിക്കും അവർ പക്ഷെ കാണാതിരുന്നത് എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. പോലീസിന്റെ ഔദ്യോഗികമായ വിശദീകരണം വരുന്നത് ഇത് സാധാരണഗതിയിൽ ഇന്നലെ ഈ പ്രധാനമന്ത്രി വരുന്നതോടനുബന്ധിച്ച് ജില്ലയിലുടനീളം ഇത്തരത്തിൽ അല്ലെങ്കിൽ പ്രധാന റോഡുകളിലുടനീളം ഇത്തരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു. അവിടെ പോലീസും കൃത്യമായി വിന്യസിച്ചിരുന്നു. പക്ഷേ മനോജ് എത്തിയ സമയത്ത് തങ്ങൾ കൈകാണിച്ചു. ഇത് കാണാതെ മനോജ് ചെന്ന് കയറിൽ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം. ഈ മനോജിന് ലൈസൻസ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ സഹോദരി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. നിലവിൽ മൃതദേഹം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് ഉള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ഒരുക്കിയ സുരക്ഷാ മാർഗങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഔദ്യോഗിക പോലീസിന്റെ ഉന്നതതല സിറ്റി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്നായിരിക്കും ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരികയെന്നാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. കുടുംബം എന്തായാലും പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ്. മനോജ് ഒരു 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരാണ്. ഇന്നലെ വൈകിട്ട് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി വീട്ടിലേക്ക് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടിയാണ് സൗത്തിൽ നിന്ന് വടുതല സ്വദേശിയാണ്. സുഹൃത്തുക്കളുമായി ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് മരുന്ന് വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ച പശ്ചാത്തലത്തിലാണ് പള്ളിമുക്കിലേക്ക് എത്തിയത്. അതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. ആശുപത്രിയിൽ എത്തുന്ന ഘട്ടത്തിൽ ജീവനുണ്ടായിരുന്നു. പ്രാഥമിക ശുശ്രൂഷയെല്ലാം നൽകി ശസ്ത്രക്രിയയുടെ നടപടിയിലേക്ക് കടക്കുന്നതിന് 3:30 മരണം സ്ഥിരീകരിച്ചത്. വിശദമായ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു പ്രാഥമിക അന്വേഷണം ഇതിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വേണു. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.